കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. പ്രതികളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ കേസ് ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കോടതി പരാമർശം ഉണ്ടല്ലോ, അതും വിലക്കെടുക്കില്ലേ? കേസിന്റെ ഒരു ഗതി നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ സർക്കാരുകളെല്ലാം തന്നെ വലിയ തരത്തിൽ അത് മാറ്റിവെച്ചതാണ്. LDF സർക്കാർ ഇന്നപ്പോൾ തന്നെ വിചാരണയ്ക്ക് അനുമതി നൽകാതിരുന്നൊരു കേസാണ്. ആ കേസിലാണ് ഹൈക്കോടതി നിർണായക ഇടപെടൽ നടക്കുന്നത്. INTC നേതാവ് R ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവരാണ്. അതായത് രണ്ടുപേരാണ് പ്രധാനമായും ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. LDF സർക്കാരിന്റെ കാലത്ത് പോലും അനുമതി കിട്ടാത്തൊരു കാര്യമാണ് UDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ അനുമതിക്കായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ അങ്ങനെ അനുമതി കൊടുക്കുമ്പോൾ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അനുമതി നൽകുന്നു എന്നുള്ളൊരു വ്യാഖ്യാനമാണ് ആ ഉത്തരവിലുണ്ടായിരുന്നത്. അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് പിന്നീട് ആ ഉത്തരവ് തിരുത്തി പുതിയ ഉത്തരവ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സർക്കാരിന് അപ്പീൽ പോകാനുള്ള ഒരു പഴുതുകൂടി ഇട്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നടത്തിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങളുണ്ടായാൽ സുപ്രീം കോടതി മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഇത് ഈ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. K രതീഷ് ഉൾപ്പെടെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം ഏത് തരത്തിലുള്ള അഴിമതിയെയും ഒരു തരത്തിലും അവർ പ്രോത്സാഹിപ്പിക്കില്ല, അതായത് പുതിയ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാനാണ് ഇതിൽ ശ്രമിച്ചിട്ടുള്ളത്. 1400 കോടി രൂപയ്ക്ക് കശുവണ്ടി, തോട്ടണ്ടിയും അതുപോലെ തന്നെ മറ്റനുബന്ധ വസ്തുക്കളും ഇറക്കുമതി ചെയ്തതിൽ 500 കോടി രൂപയുടെ അഴിമതി ആ സമയത്ത് ബോർഡ് നടത്തി എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ വികസന കോർപ്പറേഷൻ നടത്തി എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിലാണ് ഇത്രയധികം ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. അതിലാണ് CBI അന്വേഷണം നടക്കുകയും മറ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ഒക്കെ ചെയ്തത്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ്. ഏതായാലും സർക്കാരിനെതിരെ ഒരു വിമർശനം നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ, അതായത് ഈ കോടതിയുടെ മേൽ പഴിചാരി വിചാരണയ്ക്ക് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിലൊരു വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. മായ.